പ്രൈസ് ഗോഡ്. കഴിഞ്ഞ രണ്ടാഴ്ചകളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് വഴി നടത്തി. ഇപ്പോഴും ആ ഒരു വെർട്ടിഗോ എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂവിൻ്റെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. അത് ചില എക്സസൈസുകളിലൂടെ മാറാമെന്ന് ജിജു ഒരു ഡോക്ടറെ എനിക്ക് പറഞ്ഞു തന്നു. ആ ഡോക്ടറുടെ അടുത്ത് ഞാൻ പോയി. അങ്ങനെ കുറച്ച് എക്സസൈസൊക്കെ എനിക്ക് വാഗ്ദാനം ചെയ്തു. വ്യാഴാഴ്ച അതിൻ്റെ ഒരു ഫൈനൽ എക്സസൈസ് ആയിരുന്നു, അന്ന് പോകാൻ പറ്റിയില്ല. എനിവേ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ചെറിയൊരു മെഡിസിൻ അങ്ങനെ കഴിക്കുന്നുണ്ട്. ഇതെനിക്ക് 2020 വന്നപ്പോഴാണ് എൻ്റെ ഈ ഷോൾഡർ ബോൺ പൊട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഇങ്ങനെ പ്രിവെയിൽ ചെയ്യുന്നൊരു അസുഖമാണെന്ന് മനസ്സിലായി. പലർക്കും ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. പലരോടും ഷെയർ ചെയ്യുമ്പോൾ പലർക്കും ഇത് വരാറുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ വെർട്ടിഗോ ഇയർ ഇംബാലൻസ് എന്ന് ചിലർ പറയും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു അസുഖമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടുതൽ റെസ്റ്റ് എടുക്കുകയും ഉറങ്ങുകയൊക്കെയാണ് അതിന് ചെയ്യാനുള്ള സൊല്യൂഷൻ, അല്ലേ ഡോക്ടർ ബിസ്മി? എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു സൊല്യൂഷൻ. പക്ഷേ ചില മെഡിസിൻസ് വെർട്ടിൻ അല്ലെങ്കിൽ ഷുജിഗോണോ അതിൻ്റെ ഒക്കെ പറഞ്ഞ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ആ മെഡിസിൻസ് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എക്സസൈസുകളിലൂടെ ഇതിനെ കുറച്ചുകൂടി നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളതും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രായമാകുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് വേണം. അപ്പോൾ എനിക്ക് പ്രായം ആയി എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു നിങ്ങളുടെ വരുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നലെ ഞാൻ ഷോപ്പിലായിരുന്നപ്പോഴാണ് ജാസ്മിൻ എന്നെ വിളിച്ചത്. ജാസ്മിനും ജയകുമാർ എനിക്ക് തോന്നുന്നു തമ്മിൽ കണ്ടിട്ട് ഒരു മേ ബി ഒരു 15 വർഷം അറൗണ്ട് 15 years ആയി. അവർ ഓർത്ത് എറണാകുളത്ത് വന്നപ്പോൾ ഓർത്ത് അവർ വിളിക്കാനും ഇവിടെ കടന്നു വരാനും ആ ഒരു കാണിച്ച കുഞ്ഞുങ്ങളെ വളരെ കൊച്ചതായിട്ട് കണ്ടിരിക്കുന്നതാണ്. അത് വലിയൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ നിൽക്കുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷം അത് എന്താണ് ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേഷൻ, ഇറ്റ്സ് വെരി ഗുഡ്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മുന്നോട്ട് പോകുന്നു. അത് ഈ നാളുകളിൽ അനേകർ തെറ്റി ഒഴിഞ്ഞ് അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇസ്രായേൽ മക്കളെ പോലെ ഒഴിഞ്ഞു പോകുന്നവരെയാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. എന്നാലും ദൈവം പിടിച്ചു നിർത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. അതുപോലെ ഇന്ന് എൻ്റെ കൂടെ ഒരു അജീഷ് ബദർ, അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? അജീഷ് ബദർ വന്നിട്ടുണ്ട്. അദ്ദേഹം പാലക്കാട്, തൃശ്ശൂർ, മായന്നൂർ ആ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഇന്ന് കാക്കനാട് നവോദയ ചർച്ചിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനും പ്രത്യേകമായിട്ട് വെൽക്കം ചെയ്യുന്നു. ഇവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ടും വെൽക്കം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിൽ ഇനി സമയമുള്ളതുപോലെ സാക്ഷ്യവും അതുപോലെയൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ദൈവം കടന്നു വരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ഇന്ന് ഒരു വലിയൊരു സബ്ജക്റ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് പക്ഷേ അരമണിക്കൂർ കൊണ്ട് അത് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിത് മടക്കി ഇവിടെ വയ്ക്കുകയാണ്. ബൈബിളിലേക്ക് നമുക്ക് കടന്നു പോവാം. ദൈവസന്നിധിയിൽ ഇന്ന് പ്രത്യേകിച്ചും ലോകം മുഴുവന് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ആണ് ആഘോഷിക്കുന്നത്. നമുക്കറിയാം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണ്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ എന്നാണ് കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തന്നെ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ബ്രദർ ജയേഷിനൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. നമുക്ക് ദൈവത്തിൻ്റെ വചനപ്രകാരം, സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ പ്രകാരം ശരിക്കും സൺഡേ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി വേറെ വല്ലതൊക്കെയാണോ പറയാൻ പോകുന്നത്. ശരിക്ക് 3 ദിവസവും 3 ദിവസം 3 രാത്രി ഇത് രണ്ടും കർത്താവിൻ്റെ ചില വചനങ്ങളാണ്. കർത്താവ് പറഞ്ഞപ്പോൾ ഈ വാക്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ പിന്നീട് ഒരു ദിവസം എടുക്കാം. ദൈവവചനം അറിയാവുന്ന പാസ്റ്റർ മാത്യുവിനും അതുപോലെ ജയേഷ് ബ്രദറിനും ഒക്കെ ഈ വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എങ്കിലും നമ്മൾ ദൈവമക്കൾ അത് വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ടുന്നൊരു കാര്യമാണ്. വെള്ളിയാഴ്ച കർത്താവിനെ ക്രൂശിച്ചു, ഞായറാഴ്ച രാവിലെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു ഫോൾസ് ഡോക്ട്രിനിൽ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം 3 പകലും 3 രാത്രിയും
അതായിട്ടില്ല. 72 hours തന്നെയാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ വാക്കുകൾ കറക്റ്റ് ആണെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഞാനത് വളരെ വ്യക്തമായിട്ട് അതിനെ പറഞ്ഞു തരാനും പഠിപ്പിക്കാനും അത് സമയം എടുക്കാം. ഇതെൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിനെ ഏറ്റെടുത്ത് വന്നപ്പോഴേ എന്നെയും ചിന്തിപ്പിച്ച ഒരു വളരെ വലിയൊരു കാര്യമാണിത്. എത്രയൊക്കെ കണക്ക് കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്തമാറ്റിക്സ്, എലിമെൻ്ററി മാത്തമാറ്റിക്സ് ഒക്കെ നോക്കിയിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ബൈബിള് വളരെ ക്ലിയർ ആണ് താനും. ബൈബിള് വളരെ ക്ലിയർ ആണ്, കർത്താവ് വളരെ ക്ലിയർ ആണ്. പിന്നെ കർത്താവ് നുണ പറയത്തുമില്ല എന്നുള്ളതൊക്കെ നമുക്ക് വാസ്തവമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ ബോധമുള്ളവരായിരിക്കണം എന്നുള്ളത്. നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അപ്പോൾ ചോദ്യത്തിന് ആൻസർ നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കാനും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പിന്നീട് ചിന്തിക്കാം. ഇന്ന് രാവിലെ എന്നെ മെഡിറ്റേഷനിൽ ചിന്തിപ്പിച്ചതായിട്ടുള്ളൊരു കാര്യം, നമുക്ക് വളരെ അറിയാകുന്ന ഒരു കാര്യം, അത് ഞാൻ ചിന്തിച്ച് നമുക്കൊരല്പസമയം ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക്, ആ ഒരു വചനത്തിൻ്റെ സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഇതിനൊരു 45 minutes എങ്കിലും മിനിമം, 45 അല്ല, ഒരു 1 hourൻ്റെ അടുത്തെങ്കിലും മിനിമം അത് വേണ്ടി വരും. അതുകൊണ്ട് നമുക്കത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പം ഇന്ന് ലോകം ആഘോഷിക്കുന്ന ഈ ഉയർത്തെഴുന്നേൽപ്പ്, തീർച്ചയായിട്ടും കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് എന്നെയും നിങ്ങളെയും ഇന്ന് ഈ രാവിലെ സമയം അവനെ ആരാധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം, അവനെ ആരാധിക്കുവാനും അവനെ സ്തുതിക്കുവാനും അവന് നന്ദി പറയുവാനും ഒക്കെ നമ്മളെ കൂട്ടിവരുത്തിയതിൻ്റെ കാരണം അതാണ്. There is no other reasons. Because Jesus, He lived, He died, He took away my sins. എൻ്റെ എല്ലാ പാപങ്ങളെയും ശാപങ്ങളെയും അവൻ ഏറ്റെടുത്തു. അവൻ ക്രൂശിലേക്ക് ഒറ്റയ്ക്ക് കടന്നുപോയി, അവൻ മരിച്ചു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വാക്യം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ വായിക്കേണ്ടുന്ന ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം അതിൻ്റെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 21-ാമത്തെ ആ വാക്യം നമുക്ക് ഒന്ന് ഒരുമിച്ച് ചേർന്ന് അത് വായിക്കാം. പാപം അറിയാത്തവനെ, പ്രത്യേകം ശ്രദ്ധിച്ചോണം, കർത്താവായിട്ടുള്ള യേശു പാപം അറിഞ്ഞിട്ടില്ല. ശരിയാണോ? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന്. 2 കൊരിന്ത്യൻസ് 5:21. കേട്ടോ ജാസ്മിൻ, ജയകുമാർ? നിങ്ങൾക്ക് മലയാളം വായിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? യു ക്യാൻ റീഡ് ലിറ്റിൽ. ഓക്കെ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാപം ഉള്ള ഒരു വ്യക്തിയാണ് യാഗം കഴിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നീതി ലഭിക്കുമായിരുന്നോ? നമുക്ക് നീതി ലഭിക്കില്ല. ഇപ്പം ഇതിൻ്റെ ട്രൂത്ത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പം എനിക്കും നിങ്ങൾക്കും നീതി, റൈച്ചസ്നെസ് ലഭിക്കുവാൻ, നീതി ലഭിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള സുവിശേഷ സത്യമാണത്, അല്ലേ? അതെന്താണത്? പറഞ്ഞേ. യോഹന്നാൻ 3:16 മറന്നു പോകരുത്. തൻ്റെ ഏകജാതനായിട്ടുള്ള പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. അപ്പൊ ഇത് കണക്ട് ചെയ്തോണം. അപ്പൊ ഇപ്പൊ നമ്മൾ വായിക്കുന്നത് 2 കൊരിന്ത്യർ 5:21 നമ്മൾ വായിക്കുന്നത് എന്താണ് വായിക്കുന്നത്? പാപം അറിയാത്തവനെ, ശ്രദ്ധിച്ചോണം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ,
നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പൊ പുത്രനായിട്ടുള്ള യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന് അവൻ കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ, ദൈവത്തിൻ്റെ നീതി ലഭിക്കുവാൻ ദൈവം മുന്നമേ ഡിസൈൻ ചെയ്ത ഒരു പ്രോസസ്സിലൂടെയാണ് യേശു കർത്താവ് കടന്നു പോകുന്നത്. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ലോകത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടത്, പക്ഷേ ലോകത്തിൽ ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. കാരണം പാപം അറിയാത്തവനായിട്ടുള്ള യേശു ക്രിസ്തുവിനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് ദൈവം എന്താ ചെയ്തത്? അതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. എന്ത് ചെയ്തു? അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഓ സ്തോത്രം, ഹല്ലേലൂയ. യാതൊരു പാപവും ചെയ്യാത്ത യേശു ക്രിസ്തുവിനെ പാപിയാക്കി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാപം ആക്കി മാറ്റി. സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ലോകം മുഴുവൻ ഈ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ആഘോഷിക്കുമ്പോൾ ഈ ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുവാനുള്ള സമയം ഈ പറഞ്ഞ ആൾക്കാർക്കില്ല. ഉണ്ടോ? ഇല്ല. അവർ ഉയർത്തെഴുന്നേൽപ്പിനെ ആഘോഷിക്കുകയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു റിലീജിയസ് ആയിട്ടുള്ള, ഒരു മതപരമായിട്ടുള്ള ഒരു ഭക്തിയിൽ നിന്നാണ് അവർ അതിനെ ആഘോഷിക്കുന്നത്. നിങ്ങൾ ഗ്രൂപ്പ് നോക്കിയാൽ അറിയാം. ഇന്നലെ ഞാനൊരു വാട്സാപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വാട്സാപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ചു. എന്നാ വെച്ചാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു മെസ്സേജ് അതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കഴിയുന്നില്ല. അതെന്നാ വെച്ചാൽ അത് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുക. അതിന് പിന്നെ വല്ല ടെക്കികൾക്ക് ചിലപ്പോൾ കഴിയുമായിരിക്കും, എനിക്കത് കഴിഞ്ഞില്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാക്ക്. അപ്പം അതൊന്ന് എടുത്തു കളയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേജ് ഷോയുടെ പ്രത്യേകതയാണ്. അവിടെ അത് നിങ്ങൾക്ക് മനസ്സിലായോ? അതൊരു സ്റ്റേജ് ഷോ ആണെന്ന് മനസ്സിലായോ? അത് ദാറ്റ് ഈസ് നോട്ട് എനിക്ക് തോന്നുന്ന ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടൊരു കാര്യമല്ല അത്. ദാറ്റ് വാസ് എ സ്റ്റേജ് ഷോ. ദ പീപ്പിൾ വെയർ ദെയർ സിറ്റിംഗ്. ആൾക്കാരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇരിക്കുമ്പോൾ ആ സ്റ്റേജിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ആവിഷ്കരിച്ചത്. അതിന് ടെക്നോളജി അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. കാരണം ഈ ദൂതൻ വന്ന് പറക്കുന്നതും അതുപോലെ തന്നെ യേശുക്രിസ്തു മുകളിലേക്ക് പോകുന്നതും ഒക്കെ അവർ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു സ്റ്റേജിൽ നടക്കുന്ന യാഥാർത്ഥ്യമായൊരു കാര്യമായിട്ട് അവരതിനെ കാണിച്ചു. എൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടിയിൽ എഴുതിയിരിക്കുന്ന കാര്യം മാത്രമാണ് പ്രശ്നം. ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ, ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ, ഞാനത് തിരുത്താൻ നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ അത് മാത്രം കോപ്പി ചെയ്തിട്ട് കറക്റ്റ് ചെയ്തു. ലോകം ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ എന്നാക്കി ഞാൻ മാറ്റിയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞാനത് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ഇത്രമാത്രം പെർഫെക്ഷനിൽ ആ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വളരെ ടച്ചിങ് ആയിട്ട് അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പം ഇവിടെ കാണുന്നത് ഈ പാപം അറിയാത്തവനായിട്ടുള്ള ദൈവത്തെ പാപമാക്കുവാൻ തക്കവണ്ണം ദൈവം എത്രമാത്രം ഡിസൈൻ ചെയ്തു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. എത്രമാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പാപവും ചെയ്യാതെ, നമ്മളിപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ നിൽക്കുന്ന ഒരാളെ ശിക്ഷിക്കുമ്പോൾ നമുക്കൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. കർത്താവേ, ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ സൺഡേ പോകുന്നുണ്ട്, ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്, ഞാൻ ടൈത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് നിനക്ക് വേണ്ടി, എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലില്ലേ? ഉണ്ടോ? ഇല്ലേ? ഇല്ലെന്നാണോ പറയുന്നത്? ഉണ്ട്. ഇല്ലേ? അയ്യോ, എന്നാൽ ഈ ലളിതാൻ്റിയെ നമുക്ക് പൂവിട്ട് പൂജിക്കേണ്ടതായിട്ടൊരു സ്വഭാവമാണ്. കുഴപ്പമില്ല, ഡോണ്ട് വറി. സോ രക്ഷിക്കപ്പെട്ട് നമ്മൾ വളരെയധികം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണെങ്കിലും നമ്മുടെ ലൈഫിൽ ചില സ്ട്രഗിൾസ് വന്നു കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? ഈ ദൈവം എന്നോട് ഇത് ചെയ്യണമായിരുന്നോ, അല്ലേ? ഈ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുമോ എന്നെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ദിവസങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പാപവും ചെയ്യാത്ത കർത്താവിനെ പാപമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലൂടെ പിതാവായിട്ടുള്ള ദൈവം നമുക്ക് വേണ്ടി, നമ്മൾ അവനിൽ നീതീകരിക്കാൻ വേണ്ടി, നമ്മൾ അവനിൽ നീതിയാകാൻ വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച എന്താണെന്നറിയോ? ആദ്യമായി കാണുന്ന ഒരു കാഴ്ച ദൈവത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്. സ്തോത്രം. ദൈവത്തിൻ്റെ കമ്മിറ്റ്മെന്റ് നമ്മളിവിടെ കാണുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈ ഒരു ദിവസം ലോകം മുഴുവൻ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ്. ദൈവം, പിതാവായിട്ടുള്ള ദൈവത്തിൻ്റെ കമ്മിറ്റ്മെന്റ്, എനിക്ക് വേണ്ടി ചെയ്ത കമ്മിറ്റ്മെന്റ്. അവന്റെ സ്വന്തം പുത്രനെ, ഹല്ലേലൂയ, അവന്റെ സ്വന്തം പുത്രനെ പാപമൊന്നുമില്ലാതിരുന്നിട്ടും അവന് വളരെ വ്യക്തമായിട്ട് അറിയാം, കന്യകയിൽ ജനിച്ചവൻ, പരിശുദ്ധാത്മാവിൽ ജനിച്ചവൻ, ലോകത്തിന്റെ യാതൊരു പാപവും അവനെ തൊട്ടിട്ടില്ല. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവനാണ്. ഈ പിതാവായിട്ടുള്ള ദൈവം അവന്റെ കമ്മിറ്റ്മെന്റ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാണിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഈ പിതാവായിട്ടുള്ള ദൈവം എനിക്ക് വേണ്ടി കമ്മിറ്റഡ് ആണ്. പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അതാണ്. ഹല്ലേലൂയ. ഹി ഈസ് കമ്മിറ്റഡ് ടു മീ. ഹല്ലേലൂയ. ഈ പിതാവായിട്ടുള്ള ദൈവം എനിക്ക് വേണ്ടി കമ്മിറ്റഡ് ആണ്. നമ്മൾ യോഹന്നാൻ 3:16 വായിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചോണം. അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അത് ഇൻഡിവിജ്വൽ ആണ്, വ്യക്തിപരമാണ്. എനിക്ക് വേണ്ടി നോക്കി, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, പ്ലൂറൽ, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ലോകം, പ്ലൂറൽ, ജനറൽ ആണ്. ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. നൗ when it comes to the real core of the issue, ശരിയായ റിയൽ സംഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആ നിത്യമായ ആ സ്നേഹം, വർഷങ്ങൾക്ക് മുമ്പേ എന്നെ കണ്ടതായിട്ടുള്ള സ്നേഹം, അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എന്നെ വിളിക്കുവാനും വേർതിരിക്കുവാനും എന്നെ നയിക്കുവാനും എന്നെ സ്നേഹിക്കുവാനും എന്നെ വഴി നടത്തുവാനും ഒക്കെ തീരുമാനിച്ച ആ സ്നേഹമെന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. അവനെ പാപമാക്കി മാറ്റി നമ്മൾ അവനിൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം. സ്തോത്രം. ഞാൻ പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിച്ചോണം, ദൈവത്തിൻ്റെ കമ്മിറ്റ്മെന്റ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഞാൻ അധികം ഇന്ന് നിങ്ങളെ എടുത്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തയിലേക്ക് മാത്രം ഞാൻ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. പ്രൈസ് ഗോഡ്. സാറ്റർഡേയിൽ പാസ്റ്റർ മാത്യു വളരെ നല്ല ശക്തമായിട്ടുള്ള തോട്ടാണ് ഷെയർ ചെയ്ത്. എനിക്കത് ഐ ലൈക്ഡ് ഇറ്റ്. ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് പാസ്റ്റർ മാത്യുവിൻ്റെ ഈ ഒരു തോട്ട്ഫുള്ളായിട്ടുള്ള, ഭയങ്കര ശക്തമായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് കാണുന്നത്. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ധ്യാനാത്മകമായിട്ടുള്ള ചിന്തകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ സ്പർശിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ചിന്തകൾ, അത് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധം വരുന്നത്. വി റിയലൈസ് വാട്ട് വി ആർ. നമ്മളെ ആരാണ്, നമ്മൾ എന്താണ് എന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. ഇവിടെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്കിവിടെ കാണുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഓക്കെ, അതിൻ്റെ 5-ാമത്തെ വാക്യം, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ, അറിയാവുന്ന വാക്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങൾക്കറിയാം, അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച്
വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. സ്തോത്രം. നമ്മൾ ആദ്യം കണ്ടത് പിതാവിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്. ശരിയാണോ? നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? പിതാവിൻ്റെ കമ്മിറ്റ്മെന്റ്, പിതാവിൻ്റെ പ്രതിബദ്ധത. മലയാളത്തിൽ പറഞ്ഞാൽ പിതാവിൻ്റെ എന്നോടുള്ള പ്രതിബദ്ധതയാണ് ആദ്യം കണ്ടതെങ്കിൽ, ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തുവേശുവിൻ്റെ പിതാവിനോടുള്ള പ്രതിബദ്ധതയും അതുപോലെ ക്രിസ്തുവേശുവിൻ്റെ നമ്മളോടുള്ള പ്രതിബദ്ധതയുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവായിട്ടുള്ള ദൈവം കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് നമ്മൾക്ക് വേണ്ടി പാപമാക്കി മാറ്റി അവനെ ക്രൂശിൽ തറച്ചത് ഞാൻ പറഞ്ഞു. ഇത് ലോകാരംഭത്തിന് മുൻപേ മുതലുള്ള കാര്യമാണ്. പിതാവായിട്ടുള്ള ദൈവത്തിന്റെ മനസ്സിൽ ഇരിക്കുന്ന കാര്യമാണിത്. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഈ ഡിസൈനൊന്നും നമ്മുടെ മനുഷ്യന്റെ ചിന്തകൾക്ക് അതിന് അനുയോജ്യമായ രീതിയിലൊന്നും ചിന്തിച്ച് കൂട്ടി നമുക്കൊന്നും ഒരാലോചനയും കൊണ്ടുവരാനൊന്നും കഴിയത്തില്ല. പിതാവ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വെൽ ഡിഫൈൻഡ് ആയിട്ടാണ് നമുക്ക് ഈ ദൈവവചനത്തിലൂടെ നമുക്ക് തരുന്നത്. ആലോചിച്ച് നോക്കിയേ, ദൈവത്തിൻ്റെ ഹിതം നിറവേറുക എന്നുള്ളതാണ് കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ പരമമായ ലക്ഷ്യം. പരമമായ ലക്ഷ്യം അതാണ് അവൻ്റെ. ഒരു വ്യക്തിയുടെ പരമമായ ലക്ഷ്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിനായിട്ട് മറ്റൊരു വ്യക്തി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവന് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം അവൻ്റെ ജീവിതത്തിൽ അവന് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഒരു മനുഷ്യൻ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ച്, ഒരു പ്രതിബദ്ധത ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഒരു വസ്തുത ചെയ്തു തീർക്കുവാനായിട്ട് ആഗ്രഹിച്ച് മറ്റൊരു വ്യക്തിയെ വിളിച്ചു ചേർക്കുമ്പോൾ ആ മറ്റൊരു വ്യക്തി ഈ വിളിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തിയോട് ചെയ്യേണ്ടുന്ന പ്രതിബദ്ധത അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് എന്താണ്? ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. പിതാവായിട്ടുള്ള ദൈവം എന്നെയും നിങ്ങളെയും നീതിമാനാക്കുവാനായിട്ട്, എൻ്റെയും നിങ്ങളുടെയും പാപത്തെ പൂർണ്ണമായിട്ടും വിടുതൽ നൽകുവാനായിട്ട്, യാതൊരുവിധ കന്മഷവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇല്ലാതാക്കുവാനായിട്ട്, സ്വർഗത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സഭയായി വിളിച്ചു ചേർത്ത് നമ്മളെ ചേർത്ത് സ്വർഗത്തിൽ ഇരുത്തുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുമ്പോൾ, ശുദ്ധീകരിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനു വേണ്ടിയത് എന്താണ്? സ്വന്തം പുത്രനെ ക്രൂശിൽ തറയ്ക്കുക. ഹല്ലേലൂയ. അവനിൽ പാപമില്ലെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും പാപം അവൻ്റെ മേൽ ആക്കി വയ്ക്കുക. ഹല്ലേലൂയ. എന്തൊരു കമ്മിറ്റ്മെന്റിലേക്കാണ് യേശു കർത്താവ് കടന്നുപോയത്. യേശു കർത്താവിൻ്റെ ഗത്സമനയിലുള്ള അവസാന നാളുകളെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 17-ാമത് അധ്യായം വായിക്കുമ്പോൾ നമ്മൾ മുട്ടുമടക്കി കരഞ്ഞുകൊണ്ടല്ലാതെ ഈ ഭാഗം നമുക്ക് വായിക്കാനായിട്ട് കഴിയില്ല. ഹല്ലേലൂയ. പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കരയുന്നതായിട്ടുള്ള ദൈവത്തെ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, ഈ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത് അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യമെല്ലാം നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നുള്ള പ്രാർത്ഥന നമ്മൾ കാണുകയാണ്. എന്താണ് കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം? എന്താണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് പിതാവായിട്ടുള്ള ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ് കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ സമ്പൂർണത. ഹല്ലേലൂയ. ഗത്സമനയിൽ ഇരിക്കുമ്പോൾ കർത്താവ് ഓർത്തത് അത് തന്നെയാണ്.
ഹല്ലേലൂയ. ഞാൻ അല്പനിമിഷത്തിനുള്ളിൽ ഈ ലോകത്തിൻ്റെ പാപം ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് കടന്നു പോകുമ്പോൾ, ആ വേദനയുള്ള ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, സ്തോത്രം, കർത്താവേ, ഈ ലോകം നഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പ് നീ എനിക്ക് തന്നിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. ഈ ലോകത്തിൽ നീ എനിക്ക് തന്നേച്ചു പോകുന്ന ഈ ജനങ്ങളൊന്നും നഷ്ടപ്പെടാതെ വണ്ണം കർത്താവേ നീ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, കർത്താവിൻ്റെ കമ്മിറ്റ്മെൻ്റ് എവിടെ ആരംഭിച്ചു? മരണത്തിൽ മാത്രമല്ല, മരണത്തിൻ്റെ പ്രിപ്പറേഷനിൽ ആരംഭിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മരണത്തിൻ്റെ പ്രിപ്പറേഷനിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മരണത്തിൻ്റെ പ്രിപ്പറേഷനിൽ ദൈവം ഒരു പ്ലാനും പദ്ധതിയും യേശുക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ട്. ആ യേശുക്രിസ്തുവിന് കൊടുത്തതായിട്ടുള്ള പദ്ധതിക്കായിട്ട് അവനെ തന്നെ പ്രിപ്പയർ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ രാവിലെ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിലൂടെ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ മകനായി തീർന്നപ്പോൾ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ മകനാകാനുള്ള അധികാരം നൽകി എന്ന് വായിക്കുന്ന ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എവിടെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ കിടക്കുന്നത്? ഈ കർത്താവിനോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ. സ്തോത്രം. ഈ കർത്താവിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഇവിടെ വായിക്കുന്നുണ്ട്. ദൈവസ്വരൂപത്തിലിരിക്കെ മനുഷ്യൻ്റെ രൂപത്തിലായി അവൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ദാസരൂപമെടുത്ത് മരണത്തോളം അനുസരണയുള്ളവനായി തീരുന്ന ഒരവസ്ഥയിലേക്കാണ് യേശു കർത്താവ് കടന്നു വന്നത്. എന്താണത് കാണിക്കുന്നത്? ഇറ്റ്സ് എ റിയൽ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടുവേർഡ്സ് അസ്. എന്നോട് കാണിക്കുന്ന, നിങ്ങൾ ഓരോരുത്തരോടും കാണിക്കുന്ന, നമ്മൾ ഓരോരുത്തരോടും കാണിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ആദ്യം കണ്ടു പിതാവായിട്ടുള്ള ദൈവത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ രണ്ടാമത് കാണുന്നത് പുത്രനായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണ്? സ്തോത്രം. എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണ്? ഞാനും നിങ്ങളും ഈ കർത്താവിനെ ഏറ്റെടുത്തപ്പോൾ, ആദ്യ സ്നേഹത്തെ എനിക്ക് ലഭിച്ചപ്പോൾ, ആ ആദ്യം സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. സ്തോത്രം. ഇന്ന് രാവിലെ ലോകം മുഴുവൻ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ വലിയ ആഘോഷത്തിമിർപ്പിൽ നടക്കുമ്പോൾ, ജയോത്സവം കൊണ്ടാടിയതിനെ ആഘോഷിക്കുമ്പോൾ ഞാൻ അതിനെ തെറ്റ് പറയുന്നില്ല. കാരണം അത് ട്രൂത്താണ്, അത് വാസ്തവമാണ്. ഡേറ്റും സമയവും ഒക്കെയേ ഉള്ളൂ പ്രശ്നമുള്ളത്. പക്ഷേ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. എന്നാൽ അവിടെ ചോദ്യം ഇതാണ്: എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എൻ്റെ പ്രതിബദ്ധത, അതിൽ നിന്ന് ഞാൻ എത്രത്തോളം വിട്ടകന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിലുള്ളത്. ഇത് ചിന്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഒരവസരം കൂടി കർത്താവ് ഈ സമയത്ത് തരികയാണ്. ഹല്ലേലൂയ. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ആ അനുസരണത്തിൻ്റെ പ്രവൃത്തി, മരണമെന്ന പ്രവൃത്തി. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങളും വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. അല്ലേ രാജേഷേ? കഴിഞ്ഞ ദിവസങ്ങളിൽ രാജേഷ് LRSലൂടെ കടന്നു പോയപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ വസ്തുതകളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയിൽ എത്താനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ലൈഫ് റിവിഷൻ സെമിനാർ ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുവാനുള്ള കാരണം. അത് കേട്ടാൽ മാത്രം മതി, എന്നാൽ തന്നെയും വ്യത്യസ്തമായ
ഒരു താല്പര്യത്തിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ നമ്മൾക്ക് കടന്നു പോകുവാൻ ആ വാക്യങ്ങളും ആ പഠന സന്ദർഭങ്ങളും നമ്മളെ സഹായിക്കും. ആലോചിച്ച് നോക്കിയേ, 3 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യങ്ങൾ അവനെ അറിയുക. ഒന്നാമത്തെ കാര്യം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഐ വാണ്ട് ടു നോ ജീസസ്. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഐ വാണ്ട് ടു നോ ജീസസ്. ഈ നോ ജീസസ് എന്ന് പറയുമ്പോഴേ ഞാൻ കർത്താവിനെ അറിഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ടല്ലോ, സ്നാനപ്പെട്ടല്ലോ, അന്യഭാഷയൊക്കെ പറയുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മനോഭാവം മാറ്റിവെച്ചേക്കണം. അതല്ല കർത്താവ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഐ വാണ്ട് ടു നോ ജീസസ്. ദാറ്റ് മീൻസ് കൊളോസ്യർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പരിജ്ഞാനം, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുവാനുള്ള പരിജ്ഞാനത്തിൽ നിറഞ്ഞു നിന്ന യേശുക്രിസ്തുവിനെ പോലെ യേശുക്രിസ്തുവിന്റെ ഇഷ്ടം നിവർത്തിക്കുവാനുള്ള പരിജ്ഞാനം ഞാനും ഏറ്റെടുക്കുവാൻ തക്കവണ്ണമുള്ള നോയിങ്, അറിവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്തോത്രം. ശക്തമായ വാക്യങ്ങളായതെല്ലാം. ആ അറിവിലൂടെ ഞാൻ നടക്കണമെന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ആഗ്രഹം. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ആഗ്രഹം, 1-ാമത്തെ ആഗ്രഹം, ഐ വാണ്ട് ടു നോ ജീസസ്. എനിക്ക് അവനെ അറിയണം കർത്താവേ, എനിക്ക് നിന്നെ അറിയണം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, 12 കപ്പൽ ഛേദങ്ങളിലൂടെ കടന്നുപോയി കർത്താവ് ഫിസിക്കലായിട്ട് രക്ഷപ്പെടുത്തിയ ആളാണ് ഈ പൗലോസ്. കർത്താവിന്റെ കൃപകളെല്ലാം അനുഭവിച്ചവനാണ് പൗലോസ്. ഹല്ലേലൂയ. അനേകരെ സൗഖ്യമാക്കിയവനാണ് പൗലോസ്. നിഴലടിച്ചാൽ സൗഖ്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അപ്പോസ്തലനായ പൗലോസ് കണ്ടിട്ടുണ്ട്. മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവനായിട്ടുള്ള പൗലോസ്, ഹല്ലേലൂയ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അന്ധരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ ഉണ്ട്. കൂടാതെ 12-ാമത്തെ അധ്യായത്തിൽ 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3-ാം സ്വർഗത്തിന്റെ അനുഭവം പോലും ഏറ്റെടുത്തവനായിട്ടുള്ള പൗലോസാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ചോണം. ഹല്ലേലൂയ. ഒന്നുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ കർത്താവിനെ അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോ ആ പൗലോസാണ് പറയുന്നത്, എനിക്ക് കർത്താവിനെ അറിയണം, കർത്താവെ എനിക്ക് നിന്നെ അറിയണം, നിന്നെ അറിയണം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളൊരു അസറ്റിക് ലൈഫ്, നിങ്ങളൊരു സന്യാസിയുടെ ജീവിതം നയിക്കാനല്ലല്ലോ, ഈ ലോകത്തിൽ നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ കർത്താവിനെ അറിയണമെന്നുള്ളതാ. അതിന്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും കുടുംബജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും ജോലിയുടെ പ്രശ്നങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും യുദ്ധവും എന്ന് വേണ്ട, ഈ ലോകത്തിൽ കാണുന്ന സകല വിധത്തിലുള്ള കഷ്ടതകളും ഇനി മ്ലേച്ഛതകളും ഒക്കെ കണ്ട് നമ്മൾ നിൽക്കുമ്പോൾ അവനെ അറിയണം. സ്തോത്രം. മനസ്സിലായോ? അതാണ് കഥ ഉദ്ദേശിക്കുന്നത്. ഇനി 2-ാമത്തെ കാര്യം 3:10 തീർന്നില്ല. ഫിലിപ്പിയർ 3:10, അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇന്ന് ഈ ലോകം മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണത്തെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ കൃപ അനുഭവിക്കുക. സ്തോത്രം. ഫിസിക്കൽ മരണം നമുക്കുണ്ട്, ഒരു നാളിലുണ്ട്. ഒരുപക്ഷെ രോഗം വന്നാൽ അതിനുള്ള സൗഖ്യം നമുക്ക് ദൈവം തരും, സംശയമില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ഫ്രസ്ട്രേഷനും ഒക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സന്ദർഭങ്ങൾ നമുക്കുണ്ടായേക്കാം. സാരമില്ല. എങ്കിലും അവിടെയൊക്കെ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രാപിക്കാൻ കഴിയും പുനരുത്ഥാനത്തിന്റെ ശക്തി? തലേ കൈവച്ചിട്ടൊന്ന് പറഞ്ഞേ, പുനരുത്ഥാനത്തിന്റെ ശക്തി. കർത്താവേ, ഹല്ലേലൂയ, ഐ നീഡ് ദാറ്റ് റിസറക്ഷൻ പവർ. ഓ ഗ്ലോറി, ഇൻ മൈ ഓൾ ഡെഫിഷ്യൻസീസ്, ഇൻ മൈ ഓൾ ഇഷ്യൂസ്, ഹല്ലേലൂയ, ഐ നീഡ് ദാറ്റ് റിസറക്ഷൻ പവർ. ഹല്ലേലൂയ. ജോലി ഇല്ലെങ്കിൽ ജോലി, സ്തോത്രം. അല്ല, അതിനനുസരിച്ചുള്ള സാഹചര്യമാണെങ്കിൽ അതിൽ ജീവിക്കാനുള്ള സാഹചര്യം, പട്ടിണിയെങ്കിൽ പട്ടിണി, അതിൽ ജീവിക്കാനുള്ള സാഹചര്യം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെല്ലാം നേരിടുവാനുള്ള പുനരുദ്ധാരത്തിന്റെ ആ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കണം. സ്തോത്രം. തീർന്നില്ല. ഇതുവരെ ആൾക്കാർ പ്രസംഗിക്കും. 3-ാമത്തെ കാര്യം പ്രസംഗിക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്.
എന്താണ് മൂന്നാമത്തെ കാര്യം? ഹല്ലേലൂയ. അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അറിയണം. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അറിയണമെന്ന് പറയുമ്പോൾ കഷ്ടാനുഭവം എനിക്ക് തരണമേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, റിയലായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ കഷ്ടാനുഭവം ഉണ്ട്. സ്തോത്രം. കർത്താവ് എന്താ പറഞ്ഞേ? ഈ ലോകം നിങ്ങളെ പകയ്ക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലോകം പകയ്ക്കുമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ കഷ്ടത ഉണ്ടെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് കഷ്ടതയുണ്ട്? ഗ്ലോറി. ഹല്ലേലൂയ. എത്ര പേർക്ക് കഷ്ടതയുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടതയുണ്ട്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ. ഹല്ലേലൂയ. ദൈവം ഇതിനെല്ലാം നേരിടുവാനുള്ള കപ്പാസിറ്റി എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ കമ്മിറ്റ്മെൻറ്റിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോകണം. ഇന്നതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. ഹല്ലേലൂയ.